പാലക്കാട് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 70% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഷാഫി പറമ്പിലിനെ മൂന്നാം തവണയും വിജയിപ്പിച്ചപ്പോൾ അവിടെ 75% മുകളിലായിരുന്നു വോട്ടിംഗ് പെർസെന്റേജ്. എന്തായാലും 6 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും അങ്ങനെ നീണ്ട നിര കാണപ്പെട്ടു. ആ നീണ്ട നിരയൊക്കെ നോക്കുമ്പോൾ എന്തായാലും തീർച്ചയായും നാളെ രാവിലെ മാത്രമേ അന്തിമ വോട്ടിംഗ് ഫലം എത്തുകയുള്ളൂ. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു 72-73 ഒരുപക്ഷെ പോയേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. മാധു സജി ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ വേണ്ടി. മാധു ഇപ്പോൾ ഏത് ബൂത്തിലാണുള്ളത്? അവിടെയെല്ലാം വോട്ടിംഗ് അവസാനിച്ചോ? നേരത്തെ ടോക്കൺ കൊടുത്ത് ആളുകൾ വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണല്ലോ 6 മണിക്ക് ശേഷമുണ്ടായത്. ഇപ്പോഴത്തെ കാഴ്ച എന്താണ് അവിടെ? 110 പേരാണ് 6 മണിക്ക് ഈ ബൂത്തിന്റെ ഗേറ്റ് അടച്ചതിന് ശേഷം ടോക്കൺ കൈപ്പറ്റി വോട്ട് ചെയ്യാൻ ഇവിടെ ബാക്കിയുണ്ടായിരുന്നത്. അവരിൽ അവസാനത്തെ ആളും വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലികളെല്ലാം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പിരിയാനുള്ള ഒരു സാഹചര്യത്തിലാണ്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് മൂത്താന്തറ എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് സ്വാധീനശേഷിയുണ്ട് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന മൂത്താൻ സമുദായ വിഭാഗത്തിന്റെ മൂത്താൻ തറയിൽ നിന്നാണ് ഞാൻ രാവിലെ 7 മണി മുതലുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് മൂത്താൻ തറയുടെ ചരിത്രത്തിൽ തന്നെ 56, 57, 58 ബൂത്തുകളാണ് ഇവിടെ കർണക ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഈ മൂത്താൻ തറയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയെന്നുള്ളതാണ് ഇവിടെയുള്ള BJPയുടെ പ്രവർത്തകരുടെ അവകാശവാദം. 1260 വോട്ടുകളാണ് 56 നമ്പർ ബൂത്തിലുണ്ടായിരുന്നത്. അതിൽ 1020 വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ വോട്ട് പോലും ഉറപ്പിക്കുക എന്ന നിർബന്ധ ബുദ്ധിയോടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ഈ മണിക്കൂറുകളിലെല്ലാം ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സംഘടനാ പ്രവർത്തകരും എല്ലാവരും നടത്തിയിരുന്നത്. അതിൽ ഈ പറയുന്ന പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് BJPയുടെ ഒരു വോട്ട് പോലും പാഴായി പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ അവരും ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ മുതൽ പറയുന്നുണ്ടായിരുന്നു, ആംബുലൻസ് മുതൽ വീൽചെയർ വരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഓരോ വോട്ടും ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവിടെ വോട്ടിംഗ് മെഷീന്റെ തകരാറ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 2 മണിക്കൂർ തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചു. ചില ആളുകൾ ഇവിടെ നിന്ന് ഇനി വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോയി. പക്ഷേ തകരാർ പരിഹരിച്ച നിമിഷം മുതൽ അവരെല്ലാവരെയും പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനും വോട്ട് രേഖപ്പെടുത്താനുമുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നമുക്ക് കൺമുന്നിൽ കാണാൻ കഴിയുമായിരുന്നു. അത്രയേറെ വാശിയോടുകൂടിയാണ് ഇവിടുത്തെ സംഘടനാ സംവിധാനം ചലിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോട്ട് ഫലം വരുമ്പോൾ ഏറ്റവും നിർണായകമായിരിക്കും. വലിയ പ്രാധാന്യത്തോടെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലവും ഒരു പ്രദേശവും തന്നെയായിരിക്കും ഇത്. 56, 57, 58 ബൂത്തുകളിൽ 3025 വോട്ടുകളാണ് ആകെ ഉണ്ടായിരുന്നത്. 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ നമുക്ക് നൽകുന്ന വിവരം. അവസാനത്തെ വോട്ടറും ഇവിടെ നിന്ന് വോട്ട് രേഖപ്പെടുത്തി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.